കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പോൾസിനും മറ്റു പലരും വന്നിട്ടുണ്ട്. അവർ ദൈവവചനം ശുശ്രൂഷിപ്പാൻ പ്രാപ്തരും ചെയ്യേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ശുശ്രൂഷിച്ച ഒരു വിഷയം തുടർന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി ഇന്ന് ശുശ്രൂഷിക്കേണ്ട സഹോദരൻ മാറിയിട്ട് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് ശുശ്രൂഷിക്കേണ്ടതായിട്ട് നിർബന്ധിതനായതുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുകയാണ്. പ്രാർത്ഥനയോട് കൂടെ ഇരിക്കണം. എൻ്റെ കണ്ണിൻ്റെ ഇഞ്ചക്ഷൻ ഒരെണ്ണം കൂടെ എടുത്തു. പ്രാർത്ഥിച്ചല്ലാതെ ഈ മക്കൾക്കും നന്ദി പറയുന്നുണ്ട്. ഇനിയും ഇഞ്ചക്ഷൻ എടുക്കാതെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ അത്ഭുതകരമായി കഴിഞ്ഞ ആഴ്ച, അത്ഭുതമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രൊവിഷനിൽ പ്രിയ ജോസ് വർഗീസ് അദ്ദേഹം വന്നിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. നമ്മുടെ ആരാധനയ്ക്ക് വരാൻ സമ്മതിച്ചു. ഇന്ന് വന്നു. പ്രിയപ്പെട്ടവനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് സഭയിൽ. നമ്മളോടൊത്ത് ആയിരിക്കുന്നത് തൻ്റെ ആത്മജീവിതത്തിനൊരു സന്തോഷമാകട്ടെ. താൻ മസ്കറ്റിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു കാത്തലിക്കാണ്. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പെന്തിക്കോസിലുമൊക്കെ പോയി അവിടെ താനൊരു ഹാപ്പി അല്ലാതിരുന്ന ഒരു സന്ദർഭത്തിലാണ് എന്നെ കണ്ടുമുട്ടാനായിട്ട് ഇടയായത്. തന്നെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. മീറ്റിങ്ങിൻ്റെ ശേഷം സഹോദരന്മാർക്ക് പ്രിയപ്പെട്ടവനെ പരിചയപ്പെടാനായിട്ട് ഇടയാകും. പ്രത്യേക പ്രാർത്ഥനകൾ ഓർക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ ശുശ്രൂഷിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ഇന്നും തുടർന്ന് ശുശ്രൂഷിക്കുകയാണ്. ഒരു പ്രത്യേക ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത്. ഞാൻ ആ ഭാഗം തുടർന്ന് എടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തെ ആധാരമാക്കിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിക്കാനായിട്ട് തുടങ്ങിയത്. അതിൻ്റെ തുടർമാനമായി ദൈവാത്മാവിനെ നടത്തുന്നതനുസരിച്ച് ഞാൻ എടുത്തുകൊള്ളാം. ഈ ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച എടുത്ത ഭാഗങ്ങൾ എടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവർ പറഞ്ഞു തുടർന്ന് ഉള്ളത് എടുത്താൽ മതി എന്നുള്ളത് എന്നെ പ്രത്യേകം ചിലർ ഓർപ്പിച്ചു. കാരണം നമ്മൾ കണ്ടു ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് പറയുന്നത് ഏതാണ്ട് 27 വാക്യങ്ങളുണ്ട്. 27 വാക്യം. അതിൽ 4 വാക്യം പ്രവചന വിഷയമാണ്. അവസാനത്തെ 4 വാക്യം ബൈബിളിലെ പ്രവചനങ്ങളിൽ അതിപ്രധാനമായ 70 വീക്സ് ഓഫ് ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് ഈ 4 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ 4 വാക്യങ്ങൾക്ക് പ്രവചന പണ്ഡിതാക്കൾ പറയുന്നത് പ്രവചനത്തിൻ്റെ നട്ടല്, ബാക്ക് ബോൺ ഓഫ് ബൈബിൾ പ്രൊഫസി എന്ന് പറയുന്ന ഭാഗമാണ് അവസാനത്തെ 4 വാക്യങ്ങൾ. എന്നാൽ അവിടെ നമ്മളെ ചിന്തിപ്പിച്ച കാര്യം, ദൈവം വളരെ വിശദമായി ദാനിയേലിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തി. ഇത്രയും വിശദമായൊരു പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടു 27 വാക്യങ്ങളിൽ 4 വാക്യം ഒഴിച്ച് ബാക്കി മുഴുവൻ ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തിയതിൽ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. പ്രാർത്ഥനയുടെ വളരെ വ്യക്തമായ ചില പാഠങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ 9-ാം അധ്യായത്തിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥന. ഇത് ഞാൻ ശ്രദ്ധിച്ചു, വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വളരെയധികം പഠന വിഷയമായ ഒരു ഭാഗമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത് കാണാനായിട്ട് ഇടയായി മാറി. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളോടുള്ള ബന്ധത്തിൽ ഒക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടു ഏതാണ്ട് BC 606 ദാനിയേലും മറ്റ് യഹൂദന്മാരും പ്രവാസികളായി പോവുകയാണ്. BC 606 ബാബിലോണിലോട്ട് അവരെ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയി.
ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സന്ദർഭം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൽദേ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിൻ്റെ മകനുമായ ദാരിവേശിൻ്റെ 1-ാം ആണ്ടിൽ. അവിടെ വളരെ വ്യക്തമായി കാലഘട്ടം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാരിവേശ് ഭരണം ഏറ്റെടുക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ വായിക്കുന്നില്ല. 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലുണ്ട്. ചാപ്റ്റർ 5 ലാസ്റ്റ് വേർഡ്സ്. ബെൽസസർ കൊല്ലപ്പെട്ട അന്ന് രാത്രിയിൽ മേദ്യനായ ദാരിവേശ് ഭരണം ഏറ്റെടുക്കുകയാണ്. നമ്മൾ കണ്ടു ദാരിവേശും അതുപോലെ തന്നെ കോരശ്, പേർഷ്യൻ രാജാവായ കോരശും കൂടെ ചേർന്നാണ് ബാബിലോൺ സാമ്രാജ്യത്തെ തകിടം മറിക്കുന്നത്. ദാരിവേശ് ഈ കോരശിൻ്റെ അങ്കിളാണ്. അവർ ഒന്നിച്ച് ചേർന്നിട്ട് യുദ്ധം നടത്തുകയായിരുന്നു. നമ്മൾ കണ്ടു മേദ്യരെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അടുക്കൽ കിടക്കുന്ന കുർദുകളാണ്. ഈ പാർസികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാണ്. ഇറാനും ഈ കുർദുകളും കൂടെ ചേർന്നാണ്, ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ്, ആ അറ്റാക്ക് ബാബിലോൺ സാമ്രാജ്യത്തെ തകർക്കുന്നത്. അവിടെ കാലഘട്ടം പറഞ്ഞിരിക്കാൽ അത് BC 538 BC 538. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ദാനിയേൽ പ്രവാസത്തിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് 68 വർഷമായി. 68 years. 606 മൈനസ് 538 നടത്തിയാൽ മതി, 68 വർഷം കിട്ടും. ഒരു ടീനേജർ ബോയ് ആയിട്ട് ഈ ദാനിയേലിനെ പിടിച്ചുകൊണ്ട് പോയതാണ്. പ്രോബബ്ലി ഒരു 14-16 വയസ്സൊക്കെ കാണും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ദാനിയേലിന് ഏതാണ്ട് 84-85 വയസ്സായി കാണും. ചിലപ്പോൾ അതിൽ കൂടുതലും കാണാം. ഏതായാലും 68 വർഷം പ്രവാസത്തിൽ കിടന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. തൻ്റെ കയ്യിൽ യെരമ്യാ പ്രവാചകൻ്റെ ചുരുളുകളുണ്ട്. ആ ചുരുളുകളിലൂടെ നമുക്കറിയാം, വായിക്കുന്നില്ല. യെരമ്യാവ് 25-ാം അധ്യായം, യെരമ്യാവ് 29-ാം അധ്യായമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ താൻ വായിച്ച ഭാഗമാണ് നമ്മുടെ കൈകളിലും യെരമ്യാ പ്രവചൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 70 വർഷം കൊണ്ട് ഇസ്രായേലിൻ്റെ പ്രവാസം കഴിയുമെന്ന് യെരമ്യാവിൻ്റെ പ്രവചനത്തിലൂടെ ദാനിയേൽ മനസ്സിലാക്കി. ദാറ്റ് മീൻസ് ദർ ഈസ് ഓൺലി 2 more years. 2 വർഷം കൂടെ ഉള്ളൂ. നമ്മൾ കണ്ടു മേദ്യനായ ദാരിവേശ് ഭരണമേറ്റെടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തു. 1 വർഷമേ ഭരിച്ചുള്ളൂ, താൻ മരിക്കുന്നു. പിന്നീട് കോരശ്, പേർഷ്യൻ രാജാവായ കോരശാണ് ഭരണമേറ്റെടുത്ത്. കോരശ് ഭരണമേറ്റെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിന് കൽപ്പന കൊടുക്കുന്നു മടങ്ങിപ്പോയി ദേവാലയം പണിയുവാൻ. അപ്പോൾ 70 വർഷമായി. ദൈവജനത്തിൽ പറഞ്ഞിരുന്ന പോലെ കൃത്യമായ കാര്യങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മളെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ദാനിയേൽ ഈ പ്രവചന പഠനത്തിലൂടെ ഒരു കാര്യം മനസ്സിലായി: പ്രവാസകാലം കഴിയുകയാണ്. പ്രവാസം കഴിയുന്നു എന്നുള്ളത് തനിക്ക് ബോധ്യമായി. ആ സമയത്താണ് ഉപവാസത്തോടും രട്ടുടുത്തും കൊണ്ട് കണ്ണുനീരോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ദാനിയേൽ ആരംഭിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മളോട് ഓർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട്. കർത്താവ് പ്രവചന വിഷയങ്ങൾ ഓർപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞൊരു വാക്കുണ്ട്: ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ വാച്ച് ആൻഡ് പ്രേ. ഈ ദാനിയേൽ ചെയ്ത പോലെ തന്നെ ഈ കാലത്തെ വിലയിരുത്തിക്കൊണ്ട് ദാനിയേൽ കാര്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര സത്യമായി ഇത് പ്രായോഗികമാക്കേണ്ടവരാണ് എന്നോർക്കണം. ഈ യുഗം കൃപായുഗത്തിൻ്റെ, സഭായുഗത്തിൻ്റെ ഏതാണ്ട് അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും. ഏത് സന്ദർഭത്തിലും നമ്മുടെ പ്രവാസം തീരാം. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ മുന്തി നിൽക്കുന്ന സംഭവം ഇസ്രായേൽ എന്നുള്ള വിഷയമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും, ഏത് വാർത്താ മാധ്യമങ്ങൾ എടുത്താലും ഒരുപോലെ ഭയപ്പെട്ടും കൊണ്ട് ജനങ്ങൾ ചോദിക്കുകയാണ്: ഇവരെന്നോ രാഷ്ട്രമാണ്,
വാട്ട് എ കൈൻഡ് ഓഫ് പീപ്പിൾ ആർ ദിസ്? ഇവരെങ്ങനെയുള്ളൊരു രാഷ്ട്രമാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. 2 സ്ഥലത്ത് യുദ്ധം നടക്കുകയാണ്. ഒന്ന് ഉക്രൈൻ യുദ്ധം 2 വർഷം കഴിഞ്ഞു. ഇവിടെ ഹമാസിനെ ഒതുക്കുവാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചിട്ട് 1 വർഷം തികയാണ്. ഈ ഒക്ടോബർ 7-ാം തീയതി ആകുമ്പോൾ 1 വർഷമാകുകയാണ് ഇസ്രയേലിനെ ആക്രമിച്ചതും. ഒക്ടോബർ 8-ാം തീയതി ഇസ്രയേലിൻ്റെ വടക്ക് കിടക്കുന്ന ഇറാൻ്റെ സപ്പോർട്ടോടുകൂടിയ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദികൾ ഒക്ടോബർ 8-ാം തീയതി കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി നടത്തിയ പോലെ ആക്രമണം നടത്തുവാൻ എല്ലാം ക്രമീകരിച്ചിരിക്കുമ്പോഴാണ് അവിടെ പേജറും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ച് എത്ര പേര് മരിച്ചു എന്നുള്ളതിൻ്റെ പൂർണ്ണമായ വെളിപ്പാടിന്നും കിട്ടിയിട്ടില്ല. ആശുപത്രികളിൽ ഇനി ഒരു ബെഡില്ല. ലെബനോനിൽ ഒരു ബെഡുമില്ല. ഹോസ്പിറ്റൽസ് ആർ ഫുൾ. അതുപോലെ കാഷ്വാലിറ്റീസ്. എനിക്ക് ഒരുപാട് പിക്ചേഴ്സും ഒക്കെ എനിക്ക് കാനഡയിൽ നിന്നും ഇസ്രയേലിൽ നിന്നൊക്കെ അയച്ചു തന്നു. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ലോകം ഞെട്ടിത്തിരിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രയേലിനെ തകർക്കുവാൻ ഏതാനും ആഴ്ച കഴിഞ്ഞാൽ, അതായത് ഒക്ടോബർ 8-ാം തീയതി ആക്രമിക്കാൻ പദ്ധതിയിട്ടപ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ ഓർക്കണം, 23 ശത്രു രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങളുടെ നടുക്ക്, 2 വശത്തും അല്ല അവരുടെ ചുറ്റും ഭീകരവാദികളെ കൊണ്ട്, ഇറാൻ്റെ ഭീകരവാദികൾ ഹെസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, റവല്യൂഷണറി ഗാർഡ്സ്, ഈ പറയുന്ന ഇറാൻ്റെ സപ്പോർട്ടോടുകൂടിയ ഭീകരവാദികൾ ഇസ്രയേലിനെ കൊന്നൊടുക്കുവാൻ, ഇല്ലായ്മ ചെയ്യാൻ എല്ലാ തന്ത്രങ്ങളും. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി അവിടെ ഹമാസ് അവരെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് വടക്ക് നിന്ന് ഹെസ്ബുള്ള റോക്കറ്റുകൾ അയക്കാൻ തുടങ്ങി. 8500 റോക്കറ്റ് അയച്ചു. 8500 റോക്കറ്റ്. ആ റോക്കറ്റുകൾ ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്താണ് വീണത്. ഇസ്രയേലിൽ 40 പേരും മരിച്ചു. നമ്മളത് അധികം നോട്ട് ചെയ്തിട്ടില്ല. 12 കുട്ടികൾ മരിച്ചു. 80,000 ആളുകളോളം അവിടെ വീട് വിട്ട് മാറിപ്പോയി. ആ ഭാഗത്ത് റോക്കറ്റുകൾ വീഴുന്നത് കൊണ്ട് ഭയങ്കരമായ പ്രശ്നം ഇസ്രയേൽ അഭിമുഖീകരിക്കുകയായിരുന്നു 2 ഭാഗത്തു നിന്നും. ഒരു വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. ഞാൻ അധികം സമയം എടുക്കില്ല. 10 മിനിറ്റ് കൊണ്ട് ഈ ഭാഗം ഞാൻ നിർത്തിയിട്ട് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്നോളാം. ഇതിൻ്റെ പ്രാധാന്യത കൊണ്ട് ഞാൻ എടുക്കുകയാണ്. യെരമ്യ പ്രവചനം 31-ാം അധ്യായം, ജെരമ്യ ചാപ്റ്റർ 31. ദൈവം ഒരു കാര്യം പറയുന്നു. അതിന് 10-ാം വാക്യം നോക്കിക്കാട്ടെ. യെരമ്യ പ്രവചനം 31:10. ജാതികളെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ നേഷൻസ് എന്നാണ്. ഹീറോ നേഷൻസ്, രാഷ്ട്രങ്ങളെ വിളിച്ചുകൊണ്ട് ദൈവം പറയുന്ന വാക്കാണ്. എന്താണ് പറയുന്നത്? യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രയേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരിടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്ന പോലെ അവനെ കാക്കുമെന്ന് പറയുവീൻ. വണ്ടർഫുൾ. ആരാണ് അവരെ ചിതറിച്ചത്? ദൈവമാണ്. അവരെ ചിതറിച്ചത് ദൈവമാണ്. ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി കൊണ്ട് അവരെ ലോകത്തിൻ്റെ 4 കോണിലും ചിതറിച്ചു. മോശ പറഞ്ഞ പോലെ, ക്രിസ്തു പറഞ്ഞ പോലെ അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് ക്രിസ്തുവിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്കും നിങ്ങൾ ബദ്ധരായി പോകും. നമുക്കറിയാം, AD 70-ൽ 11 ലക്ഷം ആളുകളെ തീത്തോസിൻ്റെ സൈന്യം വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ബാക്കി ആളുകളെ ലോകത്തിൽ ചിതറിച്ചു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ ഓരോ കോണിലും ഇവർ ചിതറിക്കപ്പെട്ടു. അവരെ ചിതറിച്ച ദൈവമാണ്. അവരെ കൂട്ടിവരുത്തിയതാരാ? ദൈവമാണ്. അടുത്തായിട്ട് പറഞ്ഞു, ഒരിടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്ന പോലെ അവരെ കാക്കും. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സംഭവമല്ലേ? 23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ 5 പ്രത്യക്ഷമായ യുദ്ധവും മാത്രമല്ല, അതോട് ചേർന്ന് ഭീകരവാദങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു രാജ്യം
കേരളത്തിൻ്റെ വലിപ്പമില്ല. 470 കിലോമീറ്റർ മാത്രം നീളം, 135 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വീതി കൂടിയ ഭാഗം. അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ മറുപടി. അവനെ കൂട്ടിവരുത്തിയവൻ അവരെ കാക്കും. The Lord is the one who is protecting them. സ്വർഗത്തിലെ ദൈവമാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നു. ഇന്ന് ഈ സംഭവം, ഈ കഴിഞ്ഞ 16-ാം തീയതി ഈ പേജർ പൊട്ടിത്തെറിച്ചും വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചും അവിടെ ആളുകൾ വൂണ്ടഡായി. ഇന്നും ലോകത്തിലെ ഏത് മാധ്യമങ്ങളിൽ എടുത്തു നോക്കിയാലും ഒരിടത്തല്ല, ലോകം മുഴുവൻ ഈ ഒരൊറ്റ വിഷയമാണ് സംസാരം. ഒറ്റ വിഷയം ഇത് സംസാരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു മാഗസിനുണ്ട്, ടൈം മാഗസിൻ. ചിലർക്കെങ്കിലും അതറിയാം, ടൈമും ന്യൂസ് വീക്കും. ഞാൻ വളരെ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു മാസികയാണ് ഈ ടൈം മാഗസിൻ. ഈ ടൈം മാഗസിനകത്ത് ഒരു ആർട്ടിക്കിൾ വരിക, അതിൻ്റെ ഒരു കവർ പേജിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകത്തിലെ ആധികാരികമായ ഒരു ആർട്ടിക്കിളായിരിക്കും. ഇസ്രയേൽ പിറന്നു വീണ് 3 മാസം കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് പേജിൽ അവരെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നു. പിന്നെ 35 or 50 പ്രാവശ്യം ഫ്രണ്ട് പേജിൽ ഇവരെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നിട്ട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഈസ് ദിസ്? ഇവരെന്നോ ജനമാണ്. $260 മില്യൺ ചെലവഴിച്ച് സാദം ഹുസൈൻ ആറ്റം ബോംബ് ഉണ്ടാക്കുകയാണ് ഒസിറാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. നമുക്കറിയാം, ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അവിടേക്ക് ഇസ്രയേൽ പൈലറ്റുമാർക്ക് ഓർഡർ കിട്ടുകയാണ്. F-15, F-16 പൈലറ്റ്സ് പ്ലെയിനുകൾ കിളത്തി ശത്രു രാജ്യങ്ങളുടെ മുകളിലൂടെ അറബികളോട് അറബിയിൽ സംസാരിച്ച് അവരുടെ ഫ്രണ്ട്ലി നേഷനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആകാശത്ത് വെച്ച് ഫ്യൂവൽ ചെയ്ത് ഇത്രയും പറന്നു പോയിട്ട് ഒസിറാക്കിലെ ആ ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിച്ചിട്ട് തിരിച്ചു വന്നു അവർ ഏതാണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ. പക്ഷേ അവിടെ ഈ ടൈം മാഗസിനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെ സാധിച്ചു? ഇവരെ ആകാശത്ത് നയിച്ച ഒരു മിസൈലും അവിടം വിട്ട് അതിൻ്റെ ടാർഗറ്റിൽ നിന്ന് മാറിപ്പോയില്ല. പക്ഷേ അവിടെ ലോകത്തെ അത്ഭുതപ്പെടുത്തി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്ലെയിനുകൾ മോളിൽ നിന്ന്, ഈ വിമാനത്തിൽ നിന്ന് ഈ മിസൈലുകൾ അയക്കുന്നതിന് മുമ്പ് ഇസ്രയേലിൻ്റെ ചാരന്മാർ ഒരു ബ്രീഫ് കേസ് കൊണ്ടുവന്ന് ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അടിയിൽ പാത്തിട്ടു. എങ്ങനെ ഇട്ടു എന്ന് ആർക്കും ഇന്നും അറിയത്തില്ല. അത് കൊടുത്തുകൊണ്ടിരുന്ന സിഗ്നലാണ് ഒരു ടാർഗറ്റ് പോലും തെറ്റിപ്പോകാതെ ഒന്നിൻ്റെ പിറകിൽ ഒന്നായി ഈ മിസൈലുകൾ വന്ന് ഈ $260 മില്യൺ പണിയിപ്പിച്ച ആ ന്യൂക്ലിയർ റിയാക്ടർ ഇറാഖിൽ പൊട്ടിച്ച് തീർത്തത്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇപ്പോഴും ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ കൊച്ചു സാധനം ഈ പേജറിനകത്ത് ഈ വെടിമരുന്ന് വെച്ചത്? എങ്ങനെ ഇത് പൊട്ടിച്ചു? അത് പൊട്ടിത്തീർന്നു ഇരിക്കുമ്പോഴാണ് അടുത്ത വാക്കി ടോക്കി പൊട്ടിയത്. ഒരു അറബി, UAE-യിലുള്ള ഒരു അറബി പത്രത്തിൽ രേഖപ്പെടുത്തി, നിങ്ങൾ കഴിഞ്ഞ 7-ാം തീയതി അവരെ അടിച്ചപ്പോൾ ഒക്ടോബർ, നിങ്ങൾ ഓർത്തു അവർ തീർന്നെന്ന്. ഒരു അറബി എഴുതിയതാണ്, എൻ്റെ കയ്യിൽ അത് ആർട്ടിക്കിൾ ഇരിപ്പുണ്ട്. അവർ സടകുടഞ്ഞ് എഴുന്നേറ്റു, നിങ്ങളെ 1000 വർഷം പുറകോട്ട് ഈ കൊച്ചു രാജ്യം തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ഒരു ചെറിയ ബെല്ലടിച്ചാൽ നിങ്ങൾ വിറയ്ക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ 1-2 വാക്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. വൈ ആർ ദേ കോൺസ്റ്റൻ്റ്ലി ഇൻ ദ ന്യൂസസ്? ആവർത്തനം 28. എന്തിനാണ് ആളുകൾ ഇവരെന്നോ രാജ്യമാണെന്ന് പറഞ്ഞ് ഞെട്ടുന്നത്? ആവർത്തനം 28 രേഖപ്പെടുത്തുന്നത് അവരൊരു രാജ്യമായി തീരുന്നതിന് മുമ്പാണ്. ഇസ്രയേൽ ഒരു രാജ്യമായി തീരുന്നതിന് മുമ്പ് ആ രാഷ്ട്രത്തിന് എന്തെല്ലാം ഭവിക്കുമെന്ന് മോശ മുമ്പ് കൂട്ടി രേഖപ്പെടുത്തി. ഉദാഹരണമായിട്ട് ഡ്യൂട്രോണമി ചാപ്റ്റർ 28 എടുത്താൽ, എനിക്ക് എടുക്കാനായിട്ട് നേരമില്ല, പക്ഷെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2 പ്രാവശ്യം നിൻ്റെ രാജ്യം വിട്ടുപോകുമെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ വേഴ്സസ് 32, 32-ാം വാക്യം, യു വിൽ ബി ഗിവൺ ടു അനദർ പീപ്പിൾ. നിങ്ങൾ
ഒരു അന്യജാതിക്ക് അടിമയാകും. അത് ബാബിലോൺ പ്രവാസമാണ്. തിരിച്ചു വന്നു. 64 വാക്യം നോക്കി, തിരിച്ചു വന്നു. പിന്നെ രണ്ടാമത് മോശ പറഞ്ഞു, യഹോവ നിങ്ങളെ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വഭൂമിയിലും ചിതറിക്കും. ഇതാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലിനെ ചിതറിച്ചവൻ ദൈവമാണ്. 2 പ്രാവശ്യം രാജ്യം വിട്ടുപോകുമെന്ന് പറഞ്ഞു. ഒന്ന്, ഒരു രാജ്യത്തിലേക്ക് പോകും, ബാബിലോൺ. രണ്ടാമത്തെ പ്രാവശ്യം ലോകവ്യാപകമായി അവർ ചിതറിപ്പോകും. ഇനി നമ്മുടെ വിഷയം നോക്കാം. അതിൻ്റെ 46 വാക്യം നോക്കി. ഇവ ഒരടയാളവും അത്ഭുതവുമാണ്. ദിസ് ഈസ് എ സൈൻ ആൻഡ് എ വണ്ടർ. ഇവർക്ക് സംഭവിക്കുന്നത്, ഇറ്റ് ഈസ് എ വണ്ടർ ടു ദ പീപ്പിൾ, ബട്ട് ഇറ്റ് ഈസ് എ സൈൻ. യെസ്, ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഒരു കാര്യം ഓർക്കണം. അവരുടെ ഭ്രംശം അവരെ തള്ളിക്കളഞ്ഞപ്പോഴാണ് സഭയുടെ പണി ആരംഭിച്ചത്. പൗലോസ് വ്യക്തമായി റോമർ 11 ചോദിക്കുന്നുണ്ട്. അവരുടെ അംഗീകരണം, അക്സെപ്റ്റൻസ് ഓഫ് ദം, റോമർ 11:15 വായിക്കുന്നു. അത് മറ്റൊന്നിനുമല്ല, അത് പുനരുത്ഥാനത്തിനാണ്. അത് പുനരുത്ഥാനത്തിനാണ്. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് കാരണമായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനാണ്. റോമർ 11:15 വായിക്കുന്നുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിലാണ്. നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കാൻ വാസ്തവത്തിൽ സമയമില്ല, സമയം കഴിഞ്ഞുപോയി. നമ്മളൊരു എക്സ്റ്റെൻഡഡ് പീരീഡിൽ ജീവിക്കുക. എനി ടൈം ദ ലോർഡ് ക്യാൻ കം. ദേ ആർ ഗിവൺ അസ് എ സൈൻ. അവരെ ഒരു അടയാളമായി നമ്മുടെ മുന്നിൽ തന്നു. യെസ്, ഇന്ന് അവർ വാർത്തയിൽ മുന്തി നിൽക്കുകയാണ്. ഇതവിടെ നിൽക്കട്ടെ. 2 മിനിറ്റ് എടുത്ത് ഞാൻ മറ്റേ യുദ്ധമെന്ന് പറഞ്ഞോട്ടെ. ഉക്രൈൻ വാറ് 2 വർഷം കഴിഞ്ഞു. ഈ ഉക്രൈൻ വാറ് 2 വർഷം കഴിഞ്ഞിട്ട് ഇത് അവസാനിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. റഷ്യ 1990 കമ്മ്യൂണിസം തകർന്നുപോയി. USSR ഇല്ലാതായിപ്പോയി. USSR ഇല്ലാതെ വന്നു. 15 പുതിയ രാജ്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നു. റഷ്യയെക്കുറിച്ച് പൊളിറ്റിക്കൽ അനാലിസിസ്റ്റ്, അതായത് രാഷ്ട്രീയമായി വിലയിരുത്തുന്നവർ പറഞ്ഞ് ഇങ്ങനെയാണ്, ഞാൻ വായിച്ചിട്ട് ഒരുപാട് ചിന്തിച്ചു പോയി. കുഞ്ഞ് നഷ്ടപ്പെട്ട കരടിയാണ് റഷ്യ എന്ന് പറയുന്നത്. കുഞ്ഞ് നഷ്ടപ്പെട്ട കരടിയാണ്. ലോക രാഷ്ട്രീയത്തിൽ സ്വാധീനത നഷ്ടപ്പെട്ട, കുഞ്ഞ് നഷ്ടപ്പെട്ട കരടിയാണ് ഈ റഷ്യ എന്ന് പറഞ്ഞാൽ. അവർ ലോകത്തിൻ്റെ സ്വാധീനത തിരിച്ചു പിടിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. 2008 ജോർജിയ കയറി ആക്രമിച്ചു. 2014 ക്രിമിയ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്തു. 2022 ഉക്രൈൻ യുദ്ധം ആരംഭിച്ചു. ജോർജിയ ആക്രമിച്ചു, ക്രിമിയ പിടിച്ചെടുത്തു, ഉക്രൈൻ ആക്രമിക്കുന്നു. എവിടമായി ഈ സ്ഥലങ്ങളൊക്കെ? യൂറോപ്പിലെ രാജ്യങ്ങളാണ്. യൂറോപ്പിലെ രാജ്യങ്ങളാണ്. റഷ്യയുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ യൂറോപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് പേടിയിലാണ്. അടുത്തത് ഞങ്ങളാണോ? ഞങ്ങളെ ആയിരിക്കുമോ റഷ്യ ആക്രമിക്കുന്നത്? 6000 ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് ഇന്നും റഷ്യ. അവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ യൂണിയൻ, നാറ്റോ എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഈ റഷ്യയോട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്, റഷ്യയോട് എതിർക്കാൻ വേണ്ടിയാണ്. നാറ്റോ എന്ന് പറയുന്നത് രാഷ്ട്രങ്ങളുടെ കൂട്ടുകെട്ടാണെങ്കിലും യൂറോപ്പിലുള്ള രാജ്യങ്ങളും അമേരിക്കയും അവർക്ക് സൈന്യമില്ല. പക്ഷേ അവരുടെ ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും അവരെ ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങൾ അവരുടെ സൈന്യത്തെ അയക്കണം. പക്ഷേ ഇപ്പം കേൾക്കുന്ന ശബ്ദം എന്നാണെന്നറിയാമോ? വി നീഡ് 1 army. റഷ്യയുടെ ഈ ത്രെട്ട് മൂലം അവർ ജോർജിയ പിടിച്ചെടുത്തു, ജോർജിയ അറ്റാക്ക് ചെയ്തു, ക്രിമിയ പിടിച്ചെടുത്തു, ഉക്രൈനിൽ യുദ്ധം നടത്തുന്നു. അടുത്തത് അവർ ആക്രമിക്കും. They will attack. യൂറോപ്പ് ഒന്നിക്കുകയാണ്.
അവർക്ക് ശബ്ദമുയർന്നു, യൂറോപ്പിനെ വി നീഡ് 1 ആർമി. ഞാൻ ആ വാർത്തകൾ കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചു. എന്താ കാരണം എന്നൂടെ പറഞ്ഞ് ഞാൻ ആ പ്രവചന ഭാഗം കൂടാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എടുത്താട്ടെ. 17-ാം അധ്യായം, അവിടെ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നു, അതിൻ്റെ 12-ാം വാക്യം, നീ കണ്ട 10 കൊമ്പ്. അതായത് യൂറോപ്പിലുള്ള രാജ്യങ്ങളാണ്, വെസ്റ്റേൺ യൂറോപ്പിലുള്ള ആ രാജ്യങ്ങളുടെ 10 രാജ്യങ്ങൾ ഒന്നിച്ചു വരും, അവർ ഭരിക്കും, അവരിൽ നിന്നാണ് അന്തിക്രിസ്തു വരേണ്ടത്. പക്ഷേ ഇവിടെ ഒരു രഹസ്യം പറയാൻ വേണ്ടി ഞാൻ വായിക്കുകയാണ്. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവരിതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. അവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റിനോടുകൂടെ മാത്രമേ ഇവർക്ക് അധികാരം കിട്ടത്തുള്ളൂ. ഞാൻ ഇന്നും ഓർക്കുന്നു, യൂറോ കറൻസി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞത് അവർ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പൊളിറ്റിക്കൽ യൂണിറ്റി. പെട്ടെന്ന് ഈ വാക്യം എൻ്റെ മനസ്സിൽ ഓടി വന്നു. They will receive the political unity only with the beast. അവർക്ക് രാഷ്ട്രീയ ഐക്യം ഈ മൃഗത്തോടൊത്ത് അന്തിക്രിസ്തുവിനോടുകൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അന്തിക്രിസ്തു വെളിപ്പെടണമെങ്കിൽ സഭ മാറ്റപ്പെടണം, തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മൂർത്തി വെളിപ്പെടും. ഈ സംഭവങ്ങൾ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു, അന്തിക്രിസ്തു വെളിപ്പെടാൻ ഏതാണ്ട് സമയമായി. യൂറോപ്പ് ഒന്നിക്കുവാൻ, പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്പ് ഒന്നിക്കുവാൻ, റഷ്യയുള്ള ബന്ധത്തിൽ അവർ ഒന്നിക്കുവാനായിട്ട് ഒരാർമിക്ക് വേണ്ടി നാറ്റോ ശബ്ദമുയർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അവരൊന്നിക്കും, പക്ഷെങ്കിൽ അത് മൃഗത്തോടൊത്തേ അവർക്ക് ഒക്കുള്ളൂ. ഇന്ന് ആ ശബ്ദം ഉയർന്നു കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മളിവിടുന്ന് പോകാൻ എത്ര സമയമായി. ഞാൻ അവിടെ അങ്ങ് നിർത്തട്ടെ. ഇങ്ങനെ ഈ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കി, പ്രവാസം തീരുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന, ഒന്നിച്ചുള്ള പ്രാർത്ഥന. എനിക്കറിയാം നമ്മുടെ സഭയിലെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. ചില വെളുപ്പിനെയൊക്കെ പോയിരുന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈ സഭയിലുണ്ട്. അങ്ങനെ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ അനുഗ്രഹം ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രാർത്ഥനയാകാം. ഏതായാലും ഇവിടെ ഒന്ന് നോക്കുക, ഈ പ്രാർത്ഥന ഞാൻ ഇനിയുള്ള സമയം അവിടോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇതുകൊണ്ട്, ഇതിൻ്റെ പ്രാധാന്യത കൊണ്ട് വീണ്ടും ഇത് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട്, ഞാൻ ഓർപ്പിക്കട്ടെ, എക്സ്റ്റെൻഡഡ് പീരീഡ് ജീവിക്കുക. നമ്മളിവിടുന്ന് പോകാൻ സമയം അതിക്രമിച്ച് കഴിഞ്ഞതാണ്. നമ്മുടെ കർത്താവ് എപ്പം വേണേലും മടങ്ങി വരാം. ദൈവജനത്തിൻ്റെ പ്രവചനങ്ങൾ സത്യമാണ്. നമുക്കത് മുന്നറിയിപ്പ് തരുന്നു, നമ്മളെ അത് വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. ദാനിയേൽ ഇത് മനസ്സിലാക്കിയപ്പോൾ താൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരയാൻ തുടങ്ങിയതുപോലെ നാം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം. ഈ പ്രാർത്ഥനയിൽ ഞാൻ 4 കാര്യങ്ങൾ നോട്ട് ചെയ്തു. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ഓടിച്ച് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് ഞാനൊന്ന് എടുത്തോട്ടെ. ഈ 3 തൊട്ട് 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഈ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ്? അതിൻ്റെ 23-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ വായിക്കുന്നു, നീ ഏറ്റവും പ്രിയനാകിയാൽ. 10-ന്റെ 11-ാം വാക്യം നോക്കിയേ, ഏറ്റവും പ്രിയ പുരുഷനാണ് നീ. തീർന്നില്ലേ? 6-ാം അധ്യായം നോക്കിയാട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം, ഞാൻ 5-ാം വാക്യത്തിൻ്റെ അവസാനം വായിക്കാം. ദാനിയേലിൻ്റെ ശത്രുക്കൾ പറയുന്ന വാക്കാണ്. അപ്പോൾ ആ പുരുഷന്മാർ
നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ലെന്ന് പറഞ്ഞു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ വേണ്ടി, ദാനിയേലിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി, ദാനിയേലിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് രാജാവിൻ്റെ മുന്നിൽ കൊണ്ട് കൊടുക്കുവാൻ അവർ ശ്രമിച്ചപ്പോൾ പറയുകയാണ്, അവൻ്റെ ദൈവത്തെക്കുറിച്ചല്ലാതെ ഒരു കാരണത്തിലും അവനൊരു കുറ്റം കണ്ടുപിടിക്കാനൊക്കില്ല. He was such a perfect man before God. Before God, നമ്മൾ വായിച്ചു, he was greatly beloved. ഒരു കുറ്റവും ആ മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തി കാണുന്നില്ല. അദ്ദേഹം, ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല, ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഷണ്ണനാക്കിയോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. യെശയ്യാപ്രവചനം 39 എടുത്തേ. എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ പ്രവചനത്തിൽ ഉണ്ട്. യെശയ്യാപ്രവചനം 39, Isaiah chapter 39, 5-7. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിൽ ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനവിടെ നിർത്തട്ടെ. പഴയ കാലമാണ്. ഇന്നത്തെ പോലെ കാസ്ട്രൈസേഷനുള്ള ആധുനിക കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ദാനിയേലൊക്കെ അങ്ങനെ കടന്നുപോയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും he was a man without a family and he was in the palace. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ എത്ര വലുതായിരുന്നിരിക്കും. ഇത്രയും കഷ്ടങ്ങളും ദുരിതങ്ങളിലൂടെ കടന്നുപോയിട്ടും ആ മനുഷ്യൻ ദൈവത്തോടൊരു പിറുപിറുപ്പില്ലാതെ, പ്രിയപുരുഷൻ എന്ന് അവനെക്കുറിച്ച് പറയത്തക്കവണ്ണം ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ആ പ്രാർത്ഥന മുഴുവൻ എഴുതി വച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ നോക്കിയാൽ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഞാൻ വായിക്കാം, കുറേയൊക്കെ വായിക്കാം. 5-ാം വാക്യം, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ മത്സരിച്ചു. 6-ാം വാക്യം, ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരുടെ പിതാക്കന്മാരോടും. 6-ാം വാക്യത്തിൻ്റെ അവസാനം, നിന്റെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ കേട്ടതില്ല. 7-ാം വാക്യം, കർത്താവേ നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. 8-ാം വാക്യം, കർത്താവേ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനമുണ്ട്, ഞങ്ങളോ അവനോട് മത്സരിച്ചു. ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ എന്തിനു പറയുന്നു. ഈ ഇത്ര വലിയ മനുഷ്യൻ ഏതാണ്ട് ഈ പ്രാർത്ഥനയിൽ 43 പ്രാവശ്യം ഞങ്ങൾ, വി, ആസ്, അവർ സെൽഫ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ അതിക്രമം പ്രവർത്തിച്ചു. ആരായി പറയുന്നത്? ആരായി പ്രാർത്ഥിക്കുന്നത്? ഇത്ര പെർഫെക്റ്റായൊരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്തിനിങ്ങനെ പ്രാർത്ഥിച്ചു? ഞാൻ ഓർത്തുപോയി. അദ്ദേഹത്തിന് പഴയ നിയമം നമ്മുടെ കയ്യിലുള്ളതുപോലെ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും നീതിമാനല്ല. തൻ്റെ വാക്കുകൾ അപഗ്രഥിക്കാൻ കഴിയും. ദൈവത്തെ നീതീകരിച്ചുകൊണ്ട് ഞാനൊരു കുറ്റവാളിയാണ്, ഞങ്ങൾ തെറ്റ് ചെയ്തു. ആ ഇസ്രായേൽ ജനം തനിക്ക് വേണമെങ്കിൽ പറയാം ഇവർ പാപം ചെയ്തു എന്ന് വേണേൽ പറയാം. അത് പറയാതെ ഞങ്ങൾ 43 പ്രാവശ്യം ആ വാക്ക് ദാനിയേൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇത് വായിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഒരാൾ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം. ഈ ദാനിയേലിൻ്റെ പ്രാർത്ഥനയും ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസവും നോക്കിയേ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 18, 18-ാമത്തെ അധ്യായം, അതിൻ്റെ 11-ാം വാക്യം നോക്കിയേ. ലൂക്സ് 18,
വേഴ്സസ് 11. അവിടെ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഞാനങ്ങനെയുള്ളവനല്ല. ഈ പരീശൻ നിന്നുകൊണ്ട് പറയുകയാണ്. വാസ്തവത്തിൽ ആ വാക്കുകൾ വേണമെങ്കിൽ ദാനിയേലിന് പറയാം. ദാനിയേൽ പറഞ്ഞില്ല. 43 പ്രാവശ്യം ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ വാക്ക് കേട്ടില്ല. ആ ദാനിയേൽ പറഞ്ഞ വാക്കുണ്ടോ? തൻ്റെ വിനയം അവിടെ കാണുകയാണ്. സഭാപ്രസംഗം 7:20 നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല, ഒരുത്തൻ പോലുമില്ല. റോമലേഖനം നമ്മൾ വായിക്കുമ്പോൾ എടുക്കാൻ നേരമില്ല. അവിടെ വായിക്കുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്തു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സഭാപ്രസംഗം 7:20 വായിക്കുന്നുണ്ട്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല. പക്ഷേ ആ പരീശൻ പ്രാർത്ഥിച്ചതെന്നാ? ഞാൻ മറ്റുള്ളവരെ പോലെ പിടിച്ചുപറിക്കാരനോ, ഞാൻ അങ്ങനെയുള്ളവനല്ല. ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ദൈവം കേൾക്കുന്ന പ്രാർത്ഥന ദാനിയേലിൻ്റെ 10-ാം അധ്യായം നോക്കിയേ. അതിൻ്റെ 12-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ അവിടെ വായിക്കുന്നു, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ദൈവസന്നിൽ താഴ്ത്തുവാൻ ദാനിയേൽ തീരുമാനിച്ച് അവിടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് താൻ വിനയപ്പെട്ടപ്പോൾ ദൈവം രേഖപ്പെടുത്തി, അപ്പോൾ നിന്റെ പ്രാർത്ഥന കേട്ടു. ആ പരീശൻ നിന്നുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ പോലെ പിടിച്ചുപറിക്കാരനോ, ഞാൻ മറ്റുള്ളവരെ പോലെ അങ്ങനെയുള്ളവനല്ല എന്ന് പറഞ്ഞു. അവൻ്റെ പ്രാർത്ഥന കേട്ടോ? കേട്ടില്ല. നമുക്ക് ലഭിച്ച കരുണയുടെ വലിപ്പം. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം പറയാം. ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്, നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിൽ. എനിക്ക് ആ വാക്യത്തിൻ്റെ ആശയം അത്രയും പിടികിട്ടിയിരുന്നില്ല. ഞാൻ ഒരു നിമിഷം അവിടെ ഒന്ന് പൊയ്ക്കോട്ടെ. 2 പ്രാവശ്യം ബൈബിളിൽ ഈ ദാവീദിൻ്റെ ജീനിയോളജി, തൻ്റെ വംശാവലി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഒന്ന് രൂത്തിൻ്റെ പുസ്തകം, ഒന്ന് മത്തായിയുടെ സുവിശേഷം. ഏതായാലും ഉറണവയിലും എടുക്കാമല്ലേ? മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ, 1-ാം അധ്യായം. അവിടെ ഒരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു ഈ അടുത്ത ദിവസം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. അവിടെ ദാവീദിൻ്റെ വംശാവലി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ 3-ാം വാക്യം തുടങ്ങി. ബൈബിളുള്ളവരൊക്കെ ഒന്ന് നോക്കണം, എന്നാലേ ആ രഹസ്യം കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ 3 തൊട്ടുള്ള വാക്യം, യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീദാദാബിനെ ജനിപ്പിച്ചു, അമ്മീദാദാബ് നഹ്ശോനെ ജനിപ്പിച്ചു, നഹ്ശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോസിനെ ജനിപ്പിച്ചു, ബോസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു, ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ഇനിയുമേ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനി ഒരു രഹസ്യം ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദാവീദ് ഇരുന്ന് ഈ ഇസ്രായേൽ മക്കൾക്ക് ജീനിയോളജി എന്ന് പറഞ്ഞാൽ, അവരുടെ വംശാവലി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യതയുണ്ട്. മിക്കവാറും ആളുകൾക്ക് അവരുടെ വംശവലി അറിയാം. പ്രത്യേകിച്ച് ദാവീദിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വംശവലി അറിയാം. 10 തലമുറയ്ക്ക് അപ്പുറത്ത് തൻ്റെ വല്യമ്മ ആരാ? താമർ. എങ്ങനെയാ ജനിച്ചേ? ഇവൻ്റെ വല്യമ്മയ്ക്ക് ഇവിടെ പറഞ്ഞ പാരസും ഹെസ്രോണും ഇരട്ടകൾ പറഞ്ഞു. എങ്ങനെ പറഞ്ഞേ? ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിക്കേണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കണം. ഉൽപ്പത്തി 38 എടുക്കുമ്പോൾ ഈ താമർ തലമൂടിയിരുന്ന് വേശ്യയാണെന്ന് കാണിച്ച് അമ്മായിയപ്പനാൽ ഗർഭം ധരിച്ചുണ്ടായതാണ് ഈ പറഞ്ഞ വ്യക്തി. എന്ന് പറഞ്ഞാൽ
ദാവീദിൻ്റെ 10 തലമുറയ്ക്ക് മുമ്പ് അമ്മായിയപ്പനാൽ ഗർഭം ധരിച്ചു. അങ്ങനെ ഗർഭം ധരിക്കുന്നതിനൊരു പേരുണ്ട്, കൗലടയൻ. ഇനി നമുക്കൊന്ന് വായിക്കാം, ഒരു വാക്യം വായിക്കാം. ആവർത്തനം 23 ഒന്നെടുത്തേ. ആവർത്തനം 23 ഒന്നെടുത്തേ. യെസ്, ആവർത്തനം 23 അതിൻ്റെ 2ാം വാക്യം നോക്കിയേ. ആവർത്തനം 23-ന്റെ 2ാമത്തെ വാക്യം. കൗലടയൻ, ഇല്ലെജിറ്റിമേറ്റ്, അന്യായമായി ജനിച്ച കുഞ്ഞിൻ്റെ പേരാണ് കൗലടയൻ. താമറിന് അമ്മായിയപ്പനായ യഹൂദയിലുണ്ടായ കുട്ടിയാണ് ഈ പറഞ്ഞ ദാവീദിൻ്റെ വല്യപ്പൻ, 9 തലമുറയ്ക്ക് അപ്പുറത്തുള്ള വല്യപ്പൻ. അവിടെ വായിക്കുന്ന എൻ്റെ കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവൻ്റെ 10ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. രൂത്തിൻ്റെ പുസ്തകം എടുത്തു നോക്കുക. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് വായിച്ചാൽ താമാർ ജനിപ്പിച്ച പാരസിൻ്റെ 10ാമത്തെ ജനറേഷനിലാണ് ദാവീദ് ജനിച്ചിരിക്കുന്നത്. ദാവീദിന് തിരുവചനത്തിൻ്റെ കൽപ്പന പ്രകാരം ദേവാലയത്തിൽ പ്രവേശിപ്പാൻ അവകാശമില്ല. ദാവീദ് ആ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് വായിച്ച് 85-ാം സങ്കീർത്തനം. 1-2 വാക്യം ഞാൻ നോട്ട് ചെയ്തു, എനിക്ക് അപ്പോഴാണ് ഇതിൻ്റെ ആശയം മനസ്സിലായത്. സങ്കീർത്തനങ്ങൾ 5 അതിൻ്റെ 7-ാമത്തെ വാക്യം, 5-ന്റെ 7. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിൽ ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. As for me, I will come into your house in the multitude of your mercy. ഈ 10ാമത്തെ തലമുറ പോലും, ഈവൻ ദ 10th generation, കൗലടയൻ്റെ പിള്ളേരെ 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ കൽപ്പന പ്രകാരം ദാവീദിന് കയറുവാൻ അവകാശമില്ല. ആ ദൈവാലയത്തിൽ ദാവീദ് ചെന്നിട്ട് പറയുകയാണ്, നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ. സൗരന്മാരെ, ഞാനും നിങ്ങളും ആ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിച്ച കൃപയുടെ ബഹുത്വം, ദാവീദ് പറഞ്ഞ പോലെ ആ കൃപയുടെ ബഹുത്വം, അവൻ്റെ ആലയത്തിൽ വരുമ്പോൾ ആ കൃപയുടെ ബഹുത്വം നമുക്കാർക്കും പുകഴാനില്ല. ഒരിക്കലും ആ പരീശൻ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയുള്ളവനല്ലാത്തത് കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറയാനൊക്കില്ല. നമ്മൾ കണ്ടു, ദാനിയേൽ 43 പ്രാവശ്യം അവനവിടെ കരയുന്നത്, ഞങ്ങളെന്നുള്ള വാക്ക് പറഞ്ഞ്, ഞങ്ങൾ പാപം ചെയ്തെന്ന് പറഞ്ഞ് അവൻ പറയുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്നു. ഇത് ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തുപോയി, ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മുടെ അഴുക്ക് കൂടുതൽ അറിയും. പത്രോസ്, ഞാൻ ആ വാക്യം എടുക്കാതെ പറഞ്ഞു പോകട്ടെ. ലൂക്കോസ് 5-ന്റെ 8-ഉം 9-ഉം വാക്യം. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് കരയ്ക്ക് നിന്നുകൊണ്ട് പറഞ്ഞു, വല ഇങ്ങോട്ട് വീശാൻ പറഞ്ഞു. കർത്താവ് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. ഒരു മുക്കുവനോടാണ് കർത്താവ് പറയുന്നത്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ആ വല നിറഞ്ഞിട്ട് അടുത്ത വള്ളക്കാരെ വിളിച്ചപ്പോൾ 2 വള്ളം നിറച്ച് മീൻ കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് കിട്ടിയപ്പോൾ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, നീ എന്നെ വിട്ടു പോകണം, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. ആ കർത്താവിനോട് പറയുകയാണ് പത്രോസ്, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണം. അവൻ്റെ മഹത്വത്തിന് മുന്നിൽ നിൽപ്പാൻ കഴിയില്ല. പൗലോസ് ഒരിക്കൽ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, പൗലോസ് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യൻ, കുറ്റമറ്റവൻ. ന്യായപ്രമാണം, അവനൊരു പരീശനാണ്. ആ പരീശൻ ന്യായപ്രമാണം സംബന്ധിച്ച് നോക്കിയാൽ ഞാൻ കുറ്റമറ്റവനാണ്. എന്നാൽ താൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ റോമലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നു, എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മയില്ല. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു പോട്ടെ, യെശയ്യാവ് 6-ാം അധ്യായത്തിൽ പ്രവാചകനായി ശുശ്രൂഷിക്കുകയാണ് യെശയ്യാവ്.
എന്നാൽ ഒരു ദിവസം കണ്ടു ആ പ്രവാചകൻ യഹോവയുടെ സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയുള്ളൊരു സിംഹാസനം ഇരിക്കുന്ന കണ്ടപ്പോൾ പ്രവാചകൻ കരയാൻ തുടങ്ങി. ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അടുക്കും തോറും, ദൈവത്തെ അറിയും തോറും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അഴുക്കുകളും നമ്മുടെ കുറവുകളും മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ കാണുന്നതാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥന. ഇത്ര പെർഫെക്റ്റായ ഒരു മനുഷ്യനെ അദ്ദേഹം നമ്മൾ കണ്ടതുപോലെ ആ മനുഷ്യൻ, ഞാൻ ഒരു കാര്യം കൂടെയാലും പറഞ്ഞ് പ്രസംഗം നിർത്തട്ടെ. രണ്ടാമത് ആ പ്രാർത്ഥനയിൽ നോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ നോക്കിയാൽ കാണാനായിട്ട് കഴിയുന്ന 11 വാക്യം. 11 വാക്യം വായിച്ചാൽ, ഞങ്ങളോ അവനോട് പാപം ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവുമാണ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. യെരുശലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിന് കീഴെങ്കിലും സംഭവിച്ചില്ല. അതിൻ്റെ 11 തൊട്ട് 16 വരെയുള്ള വാക്യം വായിച്ചാൽ നമ്മൾ കാണുന്നു ഇസ്രയേൽ അനുഭവിക്കുന്ന കഷ്ടം. ബാബിലോണിൽ അവർ പിടിക്കപ്പെട്ട് അവരുടെ ദേവാലയം, ശലോമോൻ പണിത ദേവാലയം ഇടിച്ച് തകർന്ന് തരിപ്പണമായി ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ച് കിടക്കുന്നു. ഒരു വാക്ക് ദൈവത്തോടെ കുറ്റം പറയാതെ അവർ പറയുകയാണ്, ഞങ്ങൾ കുറ്റം ചെയ്തു, നിന്റെ ന്യായപ്രമാണം ഞങ്ങൾ അനുഷ്ഠിക്കാതെ വന്നു. കഴിഞ്ഞ ദിവസം പ്രിയ ബിജു ബ്രദർ പറയുന്നത് കേട്ടു. ഒരു പെൺകുട്ടിയെ വിവാഹം, നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്ത് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനിരുന്ന ആ ആളും ആക്സിഡൻറ്റിൽ മരിച്ചു. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു. ഇസ്രയേൽ ഇന്ന് പോയാൽ 50% പീപ്പിൾ ആർ എത്തിസ്റ്റ്. 50% ആളുകൾ നിരീശ്വരന്മാരാണ്. എന്തുകൊണ്ട് നിരീശ്വരന്മാരായി? ബിക്കോസ് ഓഫ് ദെയർ ബിറ്റർനെസ് ഇൻ ദ ലൈഫ്. ജീവിതത്തിൻ്റെ കയ്പ് അനുഭവങ്ങളിൽ അവർ ഇങ്ങനെ നിരീശ്വരന്മാരായി. ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ. പക്ഷേ ഒരു കാര്യം ദാവീദ് ഇവിടെ പറയുന്നുണ്ട്, ഗോഡ് യു ആർ ഓൾവേസ് റൈറ്റ്. ഏതാണ്ട് ഇവിടെ ഓരോ വാക്യങ്ങളും 11, 12, 13, 14, 15, 16 ഈ വാക്യങ്ങളിലെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 16-ാം വാക്യം ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. കർത്താവേ, നിന്റെ സർവ്വനീതിക്ക് ഒത്തവണ്ണം നിന്റെ കോപവും ക്രോധവും നിന്റെ വിശുദ്ധ പർവ്വതമായി യെരൂശലേമിൻ്റെ നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ. നിന്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നീ നീതിമാനാണ്. ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അബ്രഹാം പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 18:25 സർവഭൂമിയുടെയും ഷാൽ നോട്ട് ദ ജഡ്ജ് ഓഫ് ഓൾ ദ എർത്ത് ഡു റൈറ്റ്. സർവഭൂമിയുടെ ന്യായാധിപൻ നീതി പ്രവർത്തിക്കുകയല്ലേ. എന്തിന് ജീവിതത്തിൽ അത് സംഭവിച്ചു? എന്തിനങ്ങനെ ഉണ്ടായി? അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, God does only right things. I will not find answer. ഞാൻ ഉത്തരം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ദൈവമായി പോയേനെ. I don't know the answer. നിങ്ങൾക്കറിയാം ഞാൻ കടന്നുപോയ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇന്നും അതിൽ നിന്ന് മോചനം പ്രാപിച്ചെന്ന് എനിക്ക് പറയാനൊക്കില്ല. ഈ ഹൃദയം തകരുന്ന അനുഭവങ്ങൾ ചിലപ്പോഴുണ്ടാവും. ഞാൻ ഓർക്കും, ദൈവമേ, നീ നീതിയല്ലാതെ ഒന്നും ചെയ്യില്ല. ചില ദൈവദാസന്മാരെന്നെ കാണാൻ വന്നു, എൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്നെ ഓർപ്പിച്ചത് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. യെശയ്യാവ് 57:1 വാക്യം. യെശയ്യാവ് 57:1 വാക്യം.
നീതിമാൻ നശിക്കുന്നു. ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാർ കഴിഞ്ഞു പോകുന്നു. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ ഒഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ആ വാക്ക് കണ്ടോ? നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ ഒഴിഞ്ഞു പോകുന്നെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. എന്താണ് മുന്നോട്ടുള്ളതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിനറിയാം. അവൻ്റെ കയ്യിൽ നിന്നൊന്നും അരുതാത്തത് വരില്ല. നമുക്കിവിടെ മറുപടിയില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് വൺ തിങ് വി നോ, ഹി ഡസ് റൈറ്റ്. അവൻ ശരിയായിട്ടുള്ളതേ ചെയ്യുള്ളൂ. പ്രിയാപ്പച്ചന് വീട്ടിൽ വന്ന് അന്ന് അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പലയിടത്തും അത് കോട്ട് ചെയ്തു. കർത്താവിൻ്റെ സഭയുടെ ആരംഭഘട്ടം. 12 ശിഷ്യന്മാരെ 3.5 വർഷം കൊണ്ടു നടന്നു കർത്താവ്. 2 പേരെ കൊന്നു. യാക്കോബിനെയും സ്തെഫാനോസിനെയും കൊന്നു. കർത്താവിനെ വിടുവിക്കാൻ കഴിയുമായിരുന്നു. പത്രോസിനെയും കൊല്ലുവാൻ പിടിച്ചു. പക്ഷേ പത്രോസിനെ കൊല്ലാൻ അനുവദിച്ചില്ല. എന്തിന് യാക്കോബിനെയും സ്തെഫാനോസിനെയും കൊന്നു? അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഹി ഡസ് റൈറ്റ്. ദർ ഇസ് ആൻ ആൻസർ വെൻ വി റീച്ച് ദെയർ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ഇവിടെ യെരുശലേം ദേവാലയം തകർന്നു കിടക്കുകയാണ്. ഒരടിമത്തത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളൊക്കെ ഇടിച്ചു കളഞ്ഞു. വളരെ കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു വാക്കുപോലും ദൈവത്തിനെതിരായി പറയുന്നില്ല. ഹി ഡസ് റൈറ്റ്. ഞാൻ നിർത്തുകയാണ്. എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും മറ്റൊന്നും ഞാൻ നിർത്തുന്നു. യെസ്, ഹി ഓൾവേസ് ഡസ് റൈറ്റ്. ഐ ഡോണ്ട് നോ വൈ. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ചിലപ്പോൾ കാണും. പക്ഷെ നാം വിശ്വസിക്കുന്ന ദൈവം, ഹി ഡസ് ഓൾവേസ് റൈറ്റ്. നമ്മൾ കണ്ടതുപോലെ ദാനിയേൽ അത് മനസ്സിലാക്കി. ഒരു വാക്കുപോലും കംപ്ലൈൻറ്റ് പറയാതെ ആ ദൈവത്തിൻ്റെ നീതിയെ ഉയർത്തി കാണിക്കുകയാണ്. മൂന്നാമത് കാണുന്നുണ്ട്, ഹി വാസ് ലുക്കിംഗ് ഫോർ ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ. നാലാമതൊരു കാര്യം കൂടി ഞാൻ കണ്ടു. ദൂതൻ കടന്നു വരുന്നത് സന്ധ്യയാഗത്തിൻ്റെ സമയത്താണ്. ഞാൻ ഇരുന്നുകൊണ്ട് വചനം ശ്രദ്ധിച്ചപ്പോൾ അനേക പ്രവാചകന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഈ സന്ധ്യയാഗത്തിൻ്റെ സമയത്ത് വരുന്നു. എന്താ കാരണം? യേശുക്രിസ്തു പ്രാണൻ വിട്ട സമയമാണത്. That is the time the Lord gave his life on the cross. പഴയ നിയമ കാലഘട്ടത്തിൽ സന്ധ്യായാഗമാണ്. അന്ന് കർത്താവ് വന്നിട്ടില്ല. ആ സന്ധ്യായാഗത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശാണ് പിതാവ് മറുപടി കൊടുത്ത സമയം. നമ്മളും ലോകത്തിൽ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. പക്ഷെങ്കിൽ ഏത് പ്രാർത്ഥനയാണ് കേൾക്കുന്നേ? ഈ സന്ധ്യായാഗത്തിൽ കഴിക്കുന്ന യാഗം ദൈവം കേട്ടു. അവൻ്റെ പുത്രൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. നമ്മുടെ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഞാൻ നിർത്തട്ടെ. ദാനിയേലിൻ്റെ ഒരു ലക്ഷ്യം ദൈവമഹത്വം മാത്രമായിരുന്നു. ഒരു ജീവിതം അല്പസമയങ്ങളേ ഉള്ളൂ. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പലതും ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെങ്കിൽ ദാനിയേലിനെ പോലെ വിശ്വസ്തനായി, ദൈവമഹത്വത്തിനായി, ഒരു തിന്മയും ചെയ്യാത്തൊരു ദൈവമുണ്ട്. നന്മ മാത്രം ചെയ്യുന്നൊരു ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. അതിൽ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അല്പകാലം കൂടെ മാത്രമേ നമ്മുടെ കഷ്ടപ്പാടുകളും ഈ വേദനകളൊക്കെ ഉള്ളൂ. അത് തീരും. പിന്നെ നാം നിത്യതയിൽ പ്രവേശിക്കും. അതുവരെ കാത്തിരിക്കാം.
ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ട് വാക്യം ഒന്നാണ് നിന്റെ കൃപയുടെ നിമിത്തത്താൽ ഞാൻ ആ വാക്കൊന്നും പറയട്ടെ, നിന്റെ കൃപയുടെ നിമിത്തത്താൽ നിങ്ങളുടെ ഭക്തിയോടെയാണ്. രണ്ടാമത്തെ വാക്യം എൻ്റെ മനസ്സിൽ വന്നത് ഈ മെസ്സേജ് മത്തായി സുവിശേഷം അവസാനത്തെ വാക്യം, ഞാനോ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ ആ വാക്കും കൂടെ ആവർത്തിക്കട്ടെ, ഞാനോ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെ. ലോകത്തിന് എന്തെങ്കിലും സംഭവിക്കട്ടെ, നമുക്കൊരു വിഷയമാണ്. ഞാൻ ഈ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടവരെ മാത്രം ഉദ്ദേശിക്കുക. വാസ്തവമായി രക്ഷിക്കപ്പെട്ടാൽ കർത്താവിൻ്റെ വാക്ക് നമുക്ക് അർത്ഥപൂർണമാണ്. ഞാനോ ലോകാവസാനത്തോടും എല്ലാ